ഹായ്, ഞാൻ മെയ്മോൾ പൈനാടത്ത് ഡേവിസ്. എൻ്റെ ഗ്രാമത്തിൻ്റെ മനോഹാരിത കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നതിനെ തുടർന്ന് ഞാൻ എൻ്റെ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗം ഇന്നലെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട് ആസ്വദിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഇനി ക്യാമറ തിരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വഴി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഞാൻ ഇത്രയും നാൾ ഇങ്ങോട്ടേക്കുള്ള ഈ വഴിക്കാണ് പോയത്. ഈ വഴിക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് എൻ്റെ വീട്. ആദ്യം ഗൗരി ചേച്ചിയുടെ വീട്, ആദ്യം ഗൗരി ചേച്ചി എന്ന് പറയുന്നത് വേലാഞ്ചേട്ടൻ്റെ ശ്രീമതിയാണ്. പിന്നെ പ്രസന്നചേട്ടൻ്റെ വീട്, പിന്നെ എൻ്റെ വീട്, പിന്നെ എൽദക്കുട്ടിച്ചേട്ടൻ്റെ വീടായിരുന്നു. എൽദക്കുട്ടിച്ചേട്ടൻ വീട് വിറ്റു. അങ്ങനെ 4 വീടാണ് ഇങ്ങോട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ടേക്ക് പോയാൽ എന്താണ് കാഴ്ച എന്നുള്ളത്. സോ നമ്മൾ ഈ വഴിക്ക് പോകുന്നു. ഇന്ന് യാത്ര ആരംഭിക്കുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ആനക്കുഴി എന്നാണ്. ഇവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ആനയെ കൂട്ടമായും ഒറ്റയ്ക്കും പലതവണ കണ്ടിട്ടുള്ളത്. പേടിപ്പിക്കാൻ വേണ്ടി എൻ്റെ മാതാവി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആന ഞാൻ ക്യാമറ തിരിച്ചെടുക്കട്ടെ. അതായത് ഇപ്പോൾ ഇത് അങ്ങറ്റം വരെ പ്ലെയിൻ ആയിട്ടല്ലേ, ഒന്നുമില്ലല്ലോ കാഴ്ച എടുക്കാനായിട്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. സെയിം മരം യൂക്കാലി അക്കേഷ്യ മാഞ്ചിയം പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വട്ട അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതായത് പ്ലെയിനാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് കാണിച്ചത് അവിടുന്ന് ആദ്യമേ കവലയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ നേരെ വന്നതിന് ശേഷം സ്ട്രെയിറ്റ് വഴി വന്നതിന് ശേഷം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ വെച്ച് റെക്കോർഡ് ചെയ്തു. ഇനി വേറെ എന്തെങ്കിലും കാഴ്ചകളുള്ള സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഒരു കാഴ്ചകളോ സ്പെസിഫിക്കലി എന്തെങ്കിലും ഉള്ള സ്ഥലത്താണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നു. എവിടെയാണ് കാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് ഈ റൂട്ടിൽ, എൻ്റെ ബാക്കിൽ കാണുന്ന റൂട്ടിലാണ്. അതിന് ശേഷം ഇതവിടെ നോക്കുമ്പോൾ ഒരു നീല സംഭവം കാണാമോ? അതെവിടെ? അത് ആ വഴിക്കേക്കൂടെ മറ്റേ വഴിക്കേക്കൂടെ വരികയായിരുന്നെങ്കിൽ കാണുന്ന വീടാണ്. ഈ വഴിക്കേക്കൂടെ പോയാലും കാണാം. ദാറ്റ് മീൻസ് 2 വഴിയുടെയും വിടവിലാത്ത്, അതായത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിരുന്ന വഴികൾക്കിടയിൽ കുറച്ച് ഒരു ഓവൽ ഷേപ്പിൽ, വട്ടം ഷേപ്പിൽ കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. 10 ഏക്കറോളം സ്ഥലമുണ്ട്. സോ ഇങ്ങേ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഗൗരി ചേച്ചിയുടെ, അതായത് വേലാഞ്ചേട്ടൻ്റെ ശ്രീമതി ഗൗരി ചേച്ചിയുടെ വീടാണ് ആ കാണുന്നത്. അവർക്കിടെ പറമ്പ് ദവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ദവിടം വരെയുണ്ട്. അതിനുശേഷം അടുത്ത ആക്കടെ പറമ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ പറമ്പാണ്. ഞാൻ കാണിച്ചു തരാം. ആ വെള്ള ഭാഗം വരെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് കാണുന്ന റോഡ് കാണുന്ന അവിടം വരെ പോയാൽ അവിടെ നിന്ന് നേരെ നോക്കുന്നത് നമ്മുടെ പറമ്പിലേക്കാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ വന്നത് ഈ വഴിയിലൂടെയാണ്. ആ വഴിയിലൂടെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ വീട് ആ കാണുന്നതാണ്. അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നില്ല. അതിനുശേഷം ഈ വട്ട കണ്ടോ, അതിനപ്പുറം സൂക്ഷിച്ച് നോക്കിയാൽ ഒരു പാറ പോലെ ഒരു സംഭവം കാണാം. അതിൻ്റെ നേരെ കാണുന്നത് നമ്മുടെ പറമ്പാണ്. കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെ നിർത്തി വെച്ചു. ഞാൻ പറഞ്ഞത് ഈ പാറയാണ്. ഈ പാറ കഴിഞ്ഞ് ഇതിൽക്കൂടെ ഒരു കുഞ്ഞു കാട്ടി വഴി നമ്മൾ നമ്മൾ മാത്രമല്ല ആനയും നടന്ന് ഇവിടെ ഒരു കുഞ്ഞിക്കാട്ടി വഴി പോലെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വേഗം ഓടിയാൽ ഈ കാണുന്നത് നമ്മുടെ പ്ലാവ്, നമ്മുടെ അതിര്. നമ്മുടെ പറമ്പിൻ്റെ അതിരയിൽ നിന്ന് പ്ലാവിലെ ചക്ക സംരക്ഷിക്കാൻ പല വിധേനയും ശ്രമിച്ചുവെങ്കിലും ആന നിശേഷം പറമ്പ് നശിപ്പിച്ച് തരിശു ഭൂമിയാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആനയുടെ മുന്നിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു എന്ന് സാരം. ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കും. ആ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ വഴിയിലൂടെ വന്നു, എൻ്റെ പറമ്പ് ദവിടെയായിട്ട് കാണിച്ചു, എൻ്റെ ആ അയൽപക്കം. അപ്പോൾ ഈ വഴിയിലൂടെ വന്ന 2ാമത്തെ വീട്, ഇത് 3ാമത്തെ വീട്. അതായത് അവിടെ ഒരു സൂക്ഷിച്ച് നോക്കിയാൽ ആ ഭാഗത്തൊരു വീട് കാണാം. അത് ഞങ്ങളുടെ ഫ്രണ്ടിൽ തേക്ക് നട്ടു വെച്ചിരിക്കുകയാണ്. അതെന്തിനാണ് നട്ടേക്കണമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് ഫോറസ്റ്റ് അല്ല, ഇതും ഫോറസ്റ്റാണ്. ആ കാണുന്ന ആ വീടുകൾ നിൽക്കുന്ന അവിടെയാണ് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത്രയും ഭാഗത്ത് തേക്ക് നട്ടു വെച്ചിട്ട്, പിന്നെ റോഡുള്ളതുകൊണ്ട് റോഡിൻ്റെ ഇപ്പുറമാണ് ഫെൻസിങ് ഇട്ടിരിക്കുന്നത്. ഇതും ഫോറസ്റ്റാണ്. റോഡ് ഫോറസ്റ്റിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ഫോറസ്റ്റാണ്. ഇനി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു നീല ഭാഗം കാണുന്നുണ്ട്. അത് നമ്മൾ അതിക്കോടെ ചുറ്റിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ്. ഇനി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ
ഇതവിടെ ഒരു 3-ാമത്തെ വീട്, ഇതവിടെ 4-ാമത്തെ വീട്, അതിൻ്റെ പുറകിലൊരു വീട്, ഇതവിടെ ഒരു വീട്, അങ്ങനെ ഇവിടെ ഒരു 3-4-5ഓളം ഒരു 30 വീടുകളുണ്ട്. അടുത്തേക്ക് പോകുന്നില്ല, ജസ്റ്റ് ബിക്കോസ് അത് അവരുടെ സ്വകാര്യതയാണല്ലോ, അവരുടെ വീട്, അവരുടെ സ്വകാര്യത. അപ്പോൾ നമ്മൾ അവരുടെ വീടുകളിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് റോട്ടിൽ നിന്ന് വീഡിയോ എടുക്കട്ടോ. അതിനുശേഷം നമ്മൾ പോകുന്നു. സൂക്ഷിച്ച് നോക്കിയേ, ആ വീട് കണ്ടോ, ആ വീട് വനത്തിലേക്ക് കൊടുത്തു. അവരവിടെ നിന്ന് താമസം മാറി, വീടൊക്കെ പൊളിച്ച് വന്നു. അടുത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇതവിടെ ഒരു വീടുണ്ട്, പിന്നെ അതവിടെയും വീടുകളുണ്ട്. നമ്മൾ അടുത്തേക്ക് പോകുന്നില്ല. ആ വീട്ടിൽ താമസം ഒഴിഞ്ഞു, ഈ വീട്ടിൽ താമസം ഒഴിഞ്ഞു, ഇതേ വീട്ടിലെയും താമസം ഒഴിഞ്ഞു. പിന്നെ അതിൻ്റെ വിടവിലൊരു വീടുണ്ട്. അങ്ങനെ കുറച്ച് വീടുകളാണ് ഇവിടെയുള്ളൂ. ഒരു 10-15ഓളം വീട് കാണുമായിരിക്കും അല്ലേ. 1 2 3 4 5 6 7 8 10ഓളം വീട് കാണുമായിരിക്കും. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ പൊളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ സ്വന്തം പുരയിടം മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വനം വകുപ്പിന് കൈമാറിക്കൊണ്ട് മറ്റൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു എന്നാണ്. ഈ ചിത്രത്തിൽ ചുമന്ന മഷി കൊണ്ട് എഴുതിയിരിക്കുന്നിടത്താണ് കുർബാനപ്പാറ ഗ്രാമം അവസാനിക്കുന്നത്. ഇനി വനത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അത് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നാളത്തെ വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഹായ്, ഞാൻ മെയ്മോൾ, പൈനാടത്ത് ഡേവീസ്.